ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറിയാണ്. അതിനായി നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് കുറച്ച് ചക്കക്കുരു ആണ്. ചക്കക്കുരു നമ്മൾ തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുക. അത് നമ്മളൊരു കുക്കറിലേക്ക് ഈ ചക്കക്കുരു ഇടുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പരിപ്പാണ്. പരിപ്പ് നല്ലവണ്ണം കഴുകിയെടുക്കുക. അത് ഈ കുക്കറിലേക്ക് ഇടുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടണം. അതോടൊപ്പം തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കണം. ഇവയെല്ലാം മുങ്ങിക്കിടക്കണ വിധത്തിൽ വെള്ളവും ഒഴിക്കണം. അധികം വെള്ളം ഒഴിക്കരുത്. മുങ്ങിക്കിടക്കണ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് കുക്കർ നേരെ സ്റ്റൗവിൽ വെച്ച് കത്തിച്ച് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ അടിക്കണം. 3 വിസിലാണ് ഇതിൻ്റെ വേവ്. ഇനി ഇതിന് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് കുറച്ച് തേങ്ങ വേണം, പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി, 4-5 ചുവന്ന ഉള്ളി, പിന്നെ കഴുകി വെച്ച ചെറുജീരകം, ഇവയെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കണം. ഇവയെല്ലാം അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം, ഇതരച്ച് കിട്ടുവാനുള്ള ഇത്രയും സ്വല്പം വെള്ളം ഇതിൽ ആഡ് ചെയ്യണം. എന്നാലാണ് നമുക്ക് നന്നായിട്ട് അരച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അരച്ചെടുത്ത കൂട്ട്. ഇനി നമുക്ക് വേണ്ടത് മാങ്ങ. 2 മാങ്ങ എടുത്തെന്താണ് ഉത്തമം. 2 മാങ്ങ, അത് മൂവാണ്ട മാങ്ങയായ ഒന്നും കൂടെ രുചി കൂടും. നമ്മൾ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, ഒത്തിരി വലിയ കഷ്ണങ്ങളാവരുത്, എന്നാൽ തീരെ ചെറിയ കഷ്ണങ്ങളാവരുത്. ഒരു മീഡിയം സൈസിൽ വേണം നമ്മൾ മാങ്ങ നുറുക്കിയെടുക്കാനായിട്ട്. ഇതാണ് നമ്മുടെ നുറുക്കിയെടുത്ത മാങ്ങ. ഇനി നമ്മുടെ വിസിലൊക്കെ അടിച്ച കുക്കർ നമുക്ക് തുറക്കാം. ഇതൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കാം, എല്ലാം നന്നായി വെന്തിട്ടില്ലേ നമുക്ക് നോക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച മാങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് ഇടാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ അരപ്പ്, തേങ്ങയും ചുവന്നുള്ളിയും ഇഞ്ചിയും ചെറുജീരകവും ഒക്കെ ചേർത്ത് നമ്മൾ അരച്ചു വെച്ച ആ അരപ്പ് ഇതിലേക്കിടാം. നമ്മൾ മിക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ നിന്ന് അത് എടുത്ത് ഇടുമ്പോൾ അതിൽ കുറച്ചൊക്കെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് മുഴുവനായിട്ട് ആ അരപ്പ് ഗ്രൈൻഡറിൽ നിന്ന് കിട്ടണമെങ്കിൽ അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അരപ്പ് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല കൊഴുപ്പായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പം നമുക്ക് ആ കൊഴുപ്പ് കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് കൂടുതൽ കൊഴുപ്പ് വേണമെങ്കിൽ അധികം വെള്ളം ആഡ് ചെയ്യണ്ട. അങ്ങനെ. ഇനി അതുപോലെ നമുക്ക് ഇതിലേക്ക് സവോള, ഒരു സവോള മതിയാവും. ഒരു സവോള ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇതിലേക്ക് ഇടാം. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇതിലേക്ക് ഇടണം. അതിനുശേഷം നമ്മളിത് വീണ്ടും സ്റ്റൗമ്മേ കുക്കർ വെച്ചിട്ട് ഇതെല്ലാം വേവിക്കണം. കുറച്ച് നേരം വേവിക്കണം. നല്ലതുപോലെ തിളയ്ക്കും. 2 മിനിറ്റ് തിളച്ചതിന് ശേഷം മാത്രം സ്റ്റൗ ഓഫ് ചെയ്യുക.
ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ചെമ്മീനാണ്. ചെമ്മീൻ നമ്മുടെ അളവിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിനനുസരിച്ച് എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയും എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു ചീനച്ചട്ടിയിലിട്ട് വറുക്കുക. വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ നനവെല്ലാം പോകണം. എന്നാൽ തീരെ കരിയാനൊന്നും പാടില്ല. ചെമ്മീൻ വറുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതപ്പോൾ ഒരുവിധമായിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ. ഈ വറുത്ത ചെമ്മീൻ ചൂടാറിയതിന് ശേഷം നമ്മൾ അതൊരു മുറത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചേറ്റണം. കാരണം ഇതിനകത്ത് കുറേ കല്ലും പതിരൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ കളയാൻ വേണ്ടിയിട്ടാണ് ഇത് ചേറ്റണത്. ചേറ്റുമ്പോൾ അതിലെ ചെമ്മീൻ്റെ തലയും കൈയൊക്കെ ഒടിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ഈ ചേറ്റണേനയുടെ ഒപ്പം തന്നെ കളയാം. നല്ലതുപോലെ ചെമ്മീൻ ചേറ്റിയെടുക്കുക. ചൂടാറിയ ചെമ്മീനാണ് നമ്മൾ ചേറ്റേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഈ ചേറ്റി വെച്ച ചെമ്മീൻ നമ്മളൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവിൽ അത്രയും ചെമ്മീൻ നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ ചെമ്മീൻ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൊടിച്ച ചെമ്മീനാണ് ഈ കാണുന്നത്. ഈ ചെമ്മീൻ നമുക്കിനി നേരെ കുക്കറിലേക്ക് നമുക്ക് ഇടാം. പിന്നെ അതും കൂടെ ഉള്ളൂ ലാസ്റ്റത്തെ പരിപാടി. നല്ലപോലെ ഇളക്കണം ചെമ്മീൻ ഇട്ടതിന് ശേഷം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. ചെമ്മീൻ ഓൾറെഡി വെന്തതായതുകൊണ്ട് ഒത്തിരി നേരമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ജസ്റ്റ് ഒരു തള മതിയാവും കറി ഒന്ന് ആയി കിട്ടാനായിട്ട്. ഇപ്പോൾ അതാ നമ്മുടെ കറി ഒരുവിധം പൂർണ്ണമായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കായ്ച്ചിട്ട് ഒഴിക്കലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കുറച്ച് കടുക് അതിലേക്ക് ഇടുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ചുവന്ന മുളക്, ഉണക്കമുളക്, ചുവന്ന ഉണക്കമുളക് 2 കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അതിനകത്തേക്ക് ഇടാം. അതുപോലെ കുറച്ച് വേപ്പിൻ്റെ ഇലയും അതിലേക്ക് ഇടാം. സ്റ്റൗവ് എന്നിട്ട് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇവയെല്ലാം കൂടെ നമ്മൾ നമ്മുടെ കുക്കറിലേക്ക് ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറി. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് അവസാനം വേണമെങ്കിൽ ഒന്നും കൂടെ ഉപ്പ് നോക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് അതിലുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ അതിലിടാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നമുക്കിനി ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാം.